അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഓപ്പൺ സെക്സും പല പേക്കൂത്തുകളും ഒക്കെയാണ്. പൊന്നാരബായി ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും പഠിക്കണം. ഓക്കെ, ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഞാൻ ഇതുവരെയും ബിഗ് ബോസിൽ ഓപ്പൺ സെക്സ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ കണ്ടത്? പറയുന്നത് ബിഗ് ബോസ് ദജ്ജാലെന്നും ബിഗ് ബോസിൽ അതായത് അടിയുണ്ടാക്കലെന്നും പിന്നീട് അവിടെ നടക്കുന്നത് ഓപ്പൺ സെക്സ് എന്നും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തെറ്റെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹം പറയുന്ന വീഡിയോസ് സൈഡിൽ വെച്ചുകൊണ്ട് ഇത് തെറ്റാണ്, ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവമില്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഇദ്ദേഹം മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യൽ, അതായത് മുസ്ലിം സമൂഹത്തെ നന്നാക്കാൻ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതേ വിഷയത്തിൽ ബിഗ് ബോസ് വിഷയത്തിൽ ഇദ്ദേഹം ഒരു മുസ്ലിം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു കുറ്റം കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഒരു മുസ്ലിമും ഒരിക്കലും ആഗ്രഹിക്കാത്ത വലിയൊരു കുറ്റം ഈ ചങ്ങായി ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പൊന്നാര സഹോദര, നിങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്. അത് തെളിവ് സഹിതം ഞാൻ തെളിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇദ്ദേഹം പറഞ്ഞ ആദ്യം തൊട്ടേ നമുക്ക് തുടങ്ങാം. ഓക്കെ, കേരളത്തിലെ മലയാളികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. കേരളത്തിൽ അറിയപ്പെടുന്ന കുറച്ചാളുകളെ, അതിൽ യുക്തിവാദികളുണ്ട്, സുവർഗൃതിക്കാരുണ്ട്, അങ്ങനെ അടങ്ങുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ ഒരു മുറിക്കുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെല്ലാം പരസ്പരം തമ്മിൽ തല്ലിപ്പിച്ചും അടിപ്പിച്ചും വഴക്കുണ്ടാക്കിയുമൊക്കെ അവരെ ഒരു കളിപ്പാവകളെപ്പോലെ കളിപ്പിക്കുന്നൊരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പൊന്നാര ചങ്ങായി, ആരാണ് നിന്നോട് ബിഗ് ബോസ് ഇങ്ങനെയെന്ന് പറഞ്ഞത്? ഒരു കാര്യം പറയുകയാണ്, എന്താണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം? അതായത് ബിഗ് ബോസ് പലപ്പോഴും സെലക്ട് ചെയ്യുന്നത് TV പ്രോഗ്രാമിലും സീരിയലിലും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചവരെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നത്. എന്തിനാണ്? അവരുടെ റിയൽ ക്യാരക്ടർ അറിയാൻ വേണ്ടി. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഈ സീസണിൽ സെലക്റ്റായ അനുമോളെ കുറിച്ച് ഞാനൊരു കാര്യം പറയുകയാണ്. അനുമോൾ എന്ന് പറയുന്നത് 24 മണിക്കൂറും കയ്യിൽ മൊബൈൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്, ഒരു സെലിബ്രിറ്റിയാണ്, TV പ്രോഗ്രാം ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അനുമോളുടെ കയ്യിൽ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത്, ആരോരും ഇല്ലാത്ത സമയത്ത് ബിഗ് ബോസിൽ കളിച്ചു കഴിഞ്ഞാൽ അവളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് സ്വന്തം ക്യാരക്ടറിൽ എത്ര ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, അതിനുശേഷം അങ്ങനെ സ്വന്തം ക്യാരക്ടറിൽ 100 ദിവസം അവിടെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവരെ വിജയിയായി നമ്മൾ കണക്കാക്കപ്പെടും. അതാണ് ബിഗ് ബോസ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാവരും പിടിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇട്ട് അടിയാക്കാൻ ശ്രമിക്കുന്നതല്ല ബിഗ് ബോസ്. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറയുന്ന പുതിയ സീസൺ ആരംഭിച്ച ഉടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങു നോക്കിക്കഴിഞ്ഞാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ക്ലിപ്പുകളും റീൽസുകളും മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പൊന്നാര ചങ്ങായി, ലോകത്തുണ്ട് ബിഗ് ബോസ്. ഓക്കെ, അപ്പോൾ ലോകം ആസ്വദിക്കുന്ന ഒരു ആസ്വാദനമാണ് ബിഗ് ബോസ്. നമ്മുടെ കേരളത്തും അതുപോലൊരു ബിഗ് ബോസ് കൊണ്ടുവന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചങ്ങായി. ഓക്കെ, ചങ്ങായി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ പരിപാടി കാണുന്നവരിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബസമേതമാണ് പലരും ഇത്തരം പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നാര ചങ്ങായി, ഒരു കാര്യം പറയുകയാണ്, നീ ഇങ്ങനെ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾ ഈ പരിപാടി കാണാൻ പറ്റൂല, അതായത് കുറേ മുസ്ലിമീങ്ങൾ ഈ പരിപാടി കാണുന്നുണ്ട് എന്നാണ് ചങ്ങായി പറയുന്നത്. അതിൻ്റെ അർത്ഥം ചങ്ങായി നല്ലൊരു വിശ്വാസിയാണ്, നല്ലൊരു മതം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ എഴുതി വെച്ചോളൂ, ഈ ചങ്ങായി ചെയ്യുന്ന വലിയൊരു തെറ്റ്, അതായത് ഒരു മുസ്ലിമും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ് ഈ ചങ്ങായി ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഓക്കെ, നമ്മുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു കാര്യം വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയാം. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞോ. ഒറ്റക്കടനായ ദജ്ജാലിന്റെ ഒറ്റക്കടിനെ സൂചിപ്പിക്കുന്ന സിംബലുകൾ ഇത്തരം ഇലുമിനാറ്റിയുടെ ഭാഗമായിട്ടുള്ള പല പരിപാടികളിലും കാണാൻ സാധിക്കും. നോക്കിവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ പ്രധാനപ്പെട്ട ലോഗോ എന്ന് പറയുന്നത് ഒറ്റക്കണ്ണാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ആദ്യമായി സംപ്രേഷണം ചെയ്യുന്നത്. പൊന്നാര ചങ്ങായി, ദജ്ജാലിന് ഒരു കണ്ണെന്ന് പഠിച്ചത് മുസ്ലിമീങ്ങൾ മാത്രമാണ്. ഓക്കെ,
അപ്പോൾ ഇവൻ ഉദ്ദേശിക്കുന്നത് ദജ്ജാലിന് ഒരു കണ്ണായതുകൊണ്ട് മോഹൻലാലും ഏഷ്യനെറ്റൊക്കെ ഇരുന്ന് സംസാരിച്ച് ഒരു കണ്ണ്, ദജ്ജാല് ഒരു കണ്ണുള്ളത് കൊണ്ട് നമുക്ക് ബിഗ് ബോസിന് ഒരു കണ്ണിടാമെന്ന് ഇവൻ്റെ വിചാരം അങ്ങനെയാണ്. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, ബാഡ് മെസ്സേജാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഓപ്പൺ സെക്സും പല പേക്കൂത്തുകളും ഒക്കെയാണ്. ആ ഒരു പരിപാടി വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചതോടുകൂടി പിന്നീട് ആ പരിപാടി കേരളത്തിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. ഇനി ഒരുപക്ഷേ കേരളത്തിലെ മലയാളികൾ ഇത്തരത്തിൽ ബിഗ് ബോസിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന പലതും ഇവിടെ കൊണ്ടെത്തിക്കുകയും അതുവരെ കാണേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പൊന്നാര ചങ്ങായി, ഏത് രാജ്യത്താണ് ഓപ്പൺ സെക്സായി ബിഗ് ബോസ് ഉള്ളത്? പറയണം, തെളിവ് സഹിതം നീ പറയണം. ഓക്കെ, അതായത് ഒരാണും ഒരു പെണ്ണും ഡ്രസ്സൊന്നുമില്ലാതെ, ഓപ്പൺ സെക്സ് എന്നല്ലേ പറഞ്ഞത്, ഓപ്പൺ സെക്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സൊന്നുമില്ലാതെ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ, അതായത് ഒരു എപ്പിസോഡ്, ഒരു പെണ്ണും ഒരാണും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അതിനെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ പേര് ബിഗ് ബോസ് എന്ന്, അതായത് ഒരാണും ഒരു പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അതിനെ വീഡിയോ ചെയ്ത് ഇതിൻ്റെ പേരാണ് ബിഗ് ബോസ് എന്ന് ഏത് രാജ്യമാണ് പറയുന്നത്? ഏത് രാജ്യമാണ് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? നിങ്ങൾ അറിയിക്കണം. ഓക്കെ, എൻ്റെ അറിവിലില്ല. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടംപോലെ ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തു. അതായത് സെക്സിൻ്റെ പേര് എവിടെയെങ്കിലും ബിഗ് ബോസ് എന്നുണ്ടോ? ഇല്ല. വെറുതെ കള്ളം പറയുന്നതാണ് ഈ തെണ്ടി. ഇദ്ദേഹത്തെ തെണ്ടി എന്ന് ഞാൻ വിളിക്കാൻ കാരണം ഇദ്ദേഹം വലിയൊരു മുസൽമാൻ സ്നേഹം, അതായത് മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്ന വലിയൊരു തങ്ങൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം. ഈ മഹാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തെന്ന് ഞാൻ പറയാം. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ആളുകൾക്ക് എന്തു നന്മയാണ് കിട്ടുന്നത്? നേരെ മറിച്ച് പരസ്പരം അടിവെക്കലും പഴിചാരലും കുശുമ്പും അസൂയയും കുന്നായ്മയും അടങ്ങുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക നില തെറ്റിക്കുന്ന തരത്തിലുള്ള പല ചീത്തയായ സ്വഭാവങ്ങളും ഒക്കെയാണ് ഇത്തരം പരിപാടികളിലൂടെ നമുക്ക് കണ്ട് ആസ്വദിക്കാനാവുക. പൊന്നാര മോനെ, എന്ത് മെസ്സേജ് എന്നല്ലേ? ജീവിതം എന്താണെന്ന് പഠിക്കുകയാണ്. അതായത് ഇപ്പോൾ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ചില നടിമാർക്ക്, അനുമോളെ പോലെയുള്ള നടിമാർക്ക് ഒരു മാസം സാലറി വരുന്നത് 50 ലക്ഷം അങ്ങനെയുള്ള ക്യാഷാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ജീവിതം എന്നാൽ എന്തെന്നറിയില്ല. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെ ബിഗ് ബോസ് കൊടുക്കുന്ന ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ എന്താണ്, ഓരോ സാധാരണക്കാരും എങ്ങനെയാണ് ജീവിച്ചത്, അതൊക്കെ അവർ അതിലൂടെ പഠിക്കുകയാണ്. അവർ പഠിക്കുന്നത് ടെലിവിഷനിലൂടെ നമ്മൾ കാണുമ്പോൾ നമുക്കും ഒരു മെസ്സേജ് കിട്ടുകയാണ്. അതായത് ടി വിയിൽ ഞാൻ നടനാണ്, ഞാൻ നടിയാണെന്ന് അഭിനയിക്കുന്നവരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. റിയൽ ക്യാരക്ടർ വരുമ്പോൾ അവരും നമ്മളെപ്പോലെയെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതാണ് ഒരു ഗെയിം. ഓക്കെ, നീ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ സീസണിൽ ഏഷ്യാനെറ്റ് ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ്. പൊന്നാര ചങ്ങായി, ഒരു കാര്യം പറയുകയാണ്, നീ വലിയൊരു മുസ്ലിം സ്നേഹിയല്ലേ? അതായത് ഇവൻ്റെ വീഡിയോസ് A to Z മുസ്ലിമീങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഒരു ആണെന്ന നിലയിൽ മുസ്ലിമായിട്ട് നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്നവർക്ക് അന്യ സ്ത്രീകളെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. മുസ്ലിം മതപ്രകാരം അന്യ സ്ത്രീകളെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാണ് നിൻ്റെ ചാനലിൽ നീ ആദില നൂറയുടെ ഫോട്ടോ വെക്കുന്നോ? ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇവൻ്റെ വീഡിയോ കാണുന്നത് 5 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇവൻ ഇസ്ലാം പരമായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മതം ഫോളോ ചെയ്യുന്നവരും ഉസ്താദന്മാരും തങ്ങന്മാരുമാണ് ഇവൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ആദില നൂറയുടെ ഫോട്ടോ ഇവൻ എടുക്കാതെ വെക്കുന്നുണ്ട്. എന്ത് നന്മയാണ്? അപ്പോൾ ഇവൻ്റെ വീഡിയോ കണ്ടിട്ടും നല്ലവരായ മുസ്ലിമീങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലേ? ഒരു അന്യ സ്ത്രീ പുരുഷന്മാരെ കാണുന്നില്ലേ? അപ്പോൾ ഇവൻ തന്നെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കുന്നു, ഇവൻ തന്നെ തെറ്റ് ചെയ്യുന്നു. നാണോ മാനോ ഇല്ലടാ നിനക്ക്? അതായത് ഒരു കാര്യം പറയുകയാണ്, വിഷയം പൈസ ഉണ്ടാക്കണം യൂട്യൂബിൽ, അതിനുവേണ്ടി മുസ്ലിമീങ്ങളെ വിറ്റ് ജീവിക്കുന്നു. വെറുതെ മുസ്ലിമീങ്ങളെ പൊക്കി സംസാരിക്കുന്നു, ഞാൻ വലിയൊരു നേതാവാണ്, ഞാൻ വലിയൊരു മുസ്ലിം വിശ്വാസിയാണെന്ന് പറഞ്ഞ്. പക്ഷേ ഉള്ളിലിരിപ്പ് വേറെയാണ്. ഇവൻ നല്ലൊരു മുസ്ലിം ആണെങ്കിൽ ആദില നൂറയുടെ ഫോട്ടോ വെക്കോ? അല്ലെങ്കിൽ ബിഗ് ബോസ് വിഷയം ഇവൻ ചർച്ച ചെയ്യോ? നല്ല രീതിയിൽ മുസ്ലിം ഫോളോ ചെയ്യുന്നവർക്ക് ബിഗ് ബോസ് തന്നെ ഒരു ഹറാമല്ലേ? അപ്പോൾ അതിനെന്തിന് ഇവൻ ചർച്ച ചെയ്യുന്നു? ഓക്കെ, ചർച്ച ചെയ്തിട്ട് അതിനെന്തിന് ആദില നൂറയുടെ ഫോട്ടോ വെക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. നോക്കി, എല്ലാ മതങ്ങളും തള്ളിക്കളയുന്ന, ആണും അതോടൊപ്പം പെണ്ണും പരസ്പരം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന
ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന രണ്ടുപേരാണ് ആദിലയും നൂറയും. അവരെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പ്രിവിലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഏഷ്യാനെറ്റ്. തെറ്റാണ് ബ്രോ, ഇത് തെറ്റാണ്. അതായത് ജീവിച്ച് കഴിഞ്ഞല്ലോ അവർ. ഞാൻ ആദില നൂറയ്ക്ക് സപ്പോർട്ട് കൊടുക്കാത്ത ഒരാളാണ്. എൻ്റെ പ്രൊഫൈൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അറിയാം. അതായത് ആദില നൂറയ്ക്ക് എതിരായി ഇഷ്ടം പോലെ വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ അവരുടെ അവകാശം നമ്മൾ നിരോധിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നാളെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, എനിക്കിഷ്ടമുണ്ടെങ്കിൽ, എന്നെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ടെങ്കിൽ അത് പോവാനുള്ള അധികാരം എനിക്കുണ്ട്. എന്തിന് ഏഷ്യാനെറ്റ് എന്നെ കൊണ്ടുപോയി എന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഇവിടെ ഇവൻ ചെയ്യുന്നത് എന്താണ്? ഏഷ്യാനെറ്റിനെ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് ആദില നൂറയെ നിങ്ങൾ കൊണ്ടുപോയതെന്ന്. അത് തെറ്റാണ് ചങ്ങായി. ഓക്കെ ബാക്കി കൂടി എടുത്ത് നോക്കാം. ഇത്തരം ലെസ്ബിയൻ കപ്പിൾസിനെ അവിടെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് അതെല്ലാം ശരിയാണെന്നും ഞങ്ങൾക്കും ഇവരെ പോലെ നാളെ ഒരു ലെസ്ബിയൻ കപ്പിൾസായി മാറണമെന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ ഈ പരിപാടി കാണുന്ന മറ്റു സ്ത്രീകൾക്കും ഉണ്ടാകാം. എന്താണ് ഭായ് നിങ്ങൾ ഈ പറയുന്നത്? സത്യം പറഞ്ഞാൽ ആദില നൂറുടെ ഗെയിം, ബിഗ് ബോസ് ഗെയിം ഞാനിപ്പോൾ ലൈവായി കാണുന്ന ഒരാളാണ്. അനുഭവിക്കുകയാണ് അവർ. അതായത് ഈ ഒരു ആദിലയും നൂറയും ഒരുമിച്ച് ജീവിച്ചത് കൊണ്ട് അവിടെ കളിക്കാനേ പറ്റുന്നില്ല അവർക്ക്. എല്ലാവരും അവരെ കളിയാക്കുകയാണ്. ഒരു കാര്യം ഈ ചങ്ങായിയോട് പറയുകയാണ്, ബിഗ് ബോസിൻ്റെ ഒരു 20-ാം ദിവസം എടുത്തു നോക്കൂ നീ, ഇവർ രണ്ടുപേരും പിരിയും. അതായത് ഇവരെ കണ്ട് ഞങ്ങൾക്കും ഇങ്ങനെയാവണമെന്ന് ആരും ചിന്തിക്കൂല ബായ്. അപ്പോൾ ഈ ബായ് ഈ കാര്യങ്ങളൊക്കെ അറിവില്ലാതെയാണോ പറഞ്ഞത് എനിക്കറിയില്ല. അറിഞ്ഞിട്ടും വ്യൂസ് കിട്ടാൻ വേണ്ടിയാണോ ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പൊന്നാര ബായ് ഒരു കാര്യം മനസ്സിലാക്കണം, ബിഗ് ബോസിൽ എവിടെയും ഓപ്പൺ സെക്സ് ഇല്ല. ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.